എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ എമ്പുരാൻ ഇന്ന് വിജയകരമായിട്ട് 5-ാം ദിവസം ബോക്സ് ഓഫീസിൽ പിന്നിടുകയാണ്. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ എമ്പുരാൻ സിനിമയുടെ 5-ാം ദിവസമായ ഇന്ന് പെരുന്നാൾ ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് സുനാമി തിരമാലകൾ പോലെയാണ് സിനിമാ പ്രേക്ഷകർ ഇടിച്ചു കയറുന്നത്. എമ്പുരാൻ സിനിമയുടെ ഏറ്റവും പുതിയ 5-ാം ദിവസത്തെ ഏറ്റവും പുതിയ ട്രാക്കിംഗ് അപ്ഡേറ്റുകൾ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 8000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും കട്ട സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലാലേട്ടൻ വിമർശകർ ശക്തമായി ചിത്രത്തെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ട് ചിത്രത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചവരുടെ മുമ്പിൽ റെക്കോർഡ് ബുക്കിംഗുമായി തലയെടുപ്പോടുകൂടി 5-ാം ദിവസവും പിന്നിടുകയാണ് എമ്പുരാൻ. എമ്പുരാന്റെ 5-ാം ദിവസം പെരുന്നാൾ ആയതുകൊണ്ടല്ലേ ചിത്രത്തിന് ഇത്രയും ബുക്കിംഗ് കാണുന്നുണ്ടെന്ന് പറയുന്നവരോട് എമ്പുരാന്റെ 6-ാം ദിവസമായ നാളത്തെ അഡ്വാൻസ് പ്രീസെയിൽ മാത്രം 5 കോടി എത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രീസെയിൽ കളക്ഷനിലൂടെ വ്യക്തമാണ് എമ്പുരാന്റെ ബോക്സ് ഓഫീസ് കുതിപ്പിന് ഒരു വിധത്തിലും തടയിടാൻ വേണ്ടി വിമർശകർക്ക് സാധിച്ചിട്ടില്ലെന്ന്. ഇനി ചിത്രത്തിന്റെ 5-ാം ദിവസത്തെ ഇതുവരെയുള്ള കേരള ട്രാക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 2755 ഷോകളാണ്. ഏകദേശം ഓഡിയൻസായി ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 57,000-ൽ പരം പ്രേക്ഷകരെ. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 81%. ഇതുവരെ 330 ഹൗസ്ഫുൾ ഷോകളും 780 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 1908 ഫാസ്റ്റ് ഫീലിംഗ് ഷോകളും ചിത്രത്തിന് വേണ്ടി ഇതുവരെ ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 5-ാം ദിവസത്തെ ഈ സമയം വരെയുള്ള എമ്പുരാൻ സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 9,53 ലക്ഷം രൂപയാണ്. അതായത് തുടർച്ചയായ 2-ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 10 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ എമ്പുരാന്റെ പേരിൽ കുറിക്കാൻ പോകുന്നു. ഇന്നലെ എമ്പുരാന്റെ 4-ാം ദിവസം ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും 11 കോടി രൂപയോളമാണ് നേടിയെടുത്തത്. എന്തായാലും ചിത്രത്തിന്റെ 5 ദിവസത്തെ കേരള കളക്ഷൻ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.